ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുമീസ് കിച്ചൻ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ വെറും 4 ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സോപ്പ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതും ആയുർവേദ സോപ്പ്, ആര്യവേപ്പിൻ്റെ ഇല വെച്ചിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. ആകെ 4 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതുള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പോയി കണ്ടിട്ട് വരാം. പിന്നെ ഞാൻ എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇത് ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്തുനിന്ന് ഒരു വീട്ടിൽ നിന്ന് പറിച്ചതാണ്. അപ്പോൾ ഇത് ഞാൻ പറിച്ചിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കണം. അതിന് ശേഷം ഒരു വെള്ള തുണിയിൽ ഇട്ടിട്ട് നന്നായി ഇങ്ങനെ പിഴിഞ്ഞിട്ട് അതിൻ്റെ നീര് മാത്രമായിട്ട് നമ്മൾ അത് എടുക്കണം. ഞാനിവിടെ നീരെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ നല്ല നീരായിട്ട് നന്നായിട്ട് എടുത്തെടുക്കണം. ഇതിലത്തെ തരിയൊക്കെ മാറ്റി നന്നായി നീരാക്കി എടുത്തിട്ട് വരണം. നമ്മൾ നീരെടുത്തതിന് ശേഷം ഇതേപോലെ ചണ്ടി ഉണ്ടാവും, അതൊക്കെ മാറ്റി കളയണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ നീരെടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു കറ്റാർവാഴയുടെ ജെല്ല് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം പിന്നെ ഇതിലേക്ക് വേണ്ടത് വിറ്റാമിൻ ഗുളികയാണ്. ഞാനിവിടെ 7 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് സോപ്പിൻ്റെ ബേസാണ്. അത് ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് 200 ഗ്രാമാണ്. അപ്പോൾ ഇത് മൊത്തം ഞാനിതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ ആമസോണിൽ കിട്ടും, അല്ലെങ്കിൽ അല്ലാതെ കടകളിലും ഇത് കിട്ടും മേടിക്കാനായിട്ട്. ഇനി നമുക്ക് ആദ്യം നമ്മുടെ സോപ്പ് ബേസിനെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളിതിനെ ഡബിൾ ബോയിൽ ചെയ്യുകയാണ്. ഒരു പാത്രം വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം വയ്ക്കുക. പിന്നെ അത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നമുക്കൊന്ന് മെൽറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2-3 മിനിറ്റ് നമ്മൾ നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം അത് നന്നായി ഒന്ന് മെൽറ്റായിട്ട് വരും കേട്ടോ. നമ്മുടെ സോപ്പ് ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം.
ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അരച്ച് വെച്ചിരിക്കുന്ന ആര്യവേപ്പിൻ്റെ ഇതുണ്ടല്ലോ മിക്സ്, അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കിയെടുക്കുക. ഞാൻ ആര്യവേപ്പിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ഞാൻ കറ്റാർവാഴയുടെ ജെല്ലും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ വിറ്റാമിൻ ഗുളികയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി നന്നായി ഒന്ന് പെട്ടെന്ന് മിക്സാക്കി എടുക്കാം. ഇത് മിക്സാക്കി എടുക്കുമ്പോൾ ആരും പിശുക്ക് കാണിക്കേണ്ട, നന്നായി ഒന്ന് മിക്സാക്കി എടുത്തോളേ കേട്ടോ. ഇനി നമുക്ക് മോൾഡിലേക്ക് നമ്മുടെ ഈ മിശ്രിതം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതില്ലെങ്കിൽ ആരും വിഷമിക്കേണ്ട, നമുക്ക് പാത്രങ്ങളിലും ഇതും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഫ്രണ്ട്സ്, ഇതേപോലെ എല്ലതും ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു നൈറ്റ് ഫുള്ളായിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ സോപ്പ് ഉണ്ടാക്കിയിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സോപ്പ് ഇവിടെ നന്നായി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മോൾഡിൽ നിന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നോക്കൂ ഫ്രണ്ട്സ്, നമ്മുടെ സോപ്പ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നല്ല ഏറ്റവും എളുപ്പത്തിൽ തന്നെ നമുക്ക് സോപ്പ് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. അതും നല്ല നാച്ചുറായിട്ടുള്ള സോപ്പ്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനിതൊന്ന് കഴുകി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നല്ല നാച്ചുറലായിട്ട് നല്ല പതയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു സോപ്പ് തന്നെയാണ്, നല്ല പതയുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൈ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി കാണിച്ചു തരാം. കണ്ടോ ഫ്രണ്ട്സ്, നല്ല പതയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കൈക്ക് നല്ലൊരു സ്മൂത്തനിങ്ങും കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയായിരിക്കും, എൻ്റെ കയ്യിലേക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ലൊരു ഗ്ലോയിങ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറക്കരുത്. അപ്പോൾ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.